നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ ചർച്ചകളിലേക്ക് കേരളം ഇറങ്ങിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വോട്ട് ബാങ്കുകളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന സൂചനയാണ് നൽകിയത്. ജോസ് കെ മാണിയെ കൂട്ടുപിടിച്ച് LDFും ഉമ്മൻചാണ്ടിയെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ നേതൃത്വത്തിലേക്ക് വിളിച്ചുകൊണ്ട് UDFും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് BJPയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ക്രൈസ്തവരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ നിലപാട് എന്ത്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ഇൻചാർജ് ശ്രീ സണ്ണി തോമസ്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ശ്രീ ബെന്നി ആന്റണി, ഡെമോക്രാറ്റിക് ക്രിസ്ത്യൻ ഫെഡറേഷൻ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ഷൈജു ജേക്കബ്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ഷൈജു ജേക്കബ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഈ ദിവസങ്ങളിൽ വരികയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് എന്താണ് DCFന് പറയാനുള്ളത്? ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ രംഗങ്ങളിലാണ് ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്? ഏതൊക്കെ രംഗങ്ങളിലാണ് ഈ നേതാക്കന്മാർ ഇടപെടേണ്ടത്? ആദ്യമേ തന്നെ ക്രൈസ്തവർ എല്ലാ മേഖലയിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ക്രൈസ്തവരിവിടെ മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ 80-20 എന്ന സ്കോളർഷിപ്പിലും അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങളിലും നമ്മൾ നേരിടുന്ന വിവേചനം. അതിനെതിരെ ശബ്ദമുയർത്താനോ അതിനെ കണ്ടില്ല എന്ന് നടിക്കാനാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഏതു സമയത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാര് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ ക്രൈസ്തവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾ 20% ക്രൈസ്തവനും ബുദ്ധമതക്കാരനും പാഴ്സിക്കും സിഖിനും ജൈനനും ചേർന്നുള്ളതാണ്. ഈ 20% വീതം വെപ്പിന്റെ 5 വീതം വെച്ചതിന്റെ ഒരു ഭാഗം മാത്രമാണ് ക്രൈസ്തവന് കിട്ടുന്നത്. ബാക്കി 80% ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകിക്കൊണ്ട് ഒരു സാമൂഹ്യ നീതിയുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കാനോ അതൊന്ന് ചൂണ്ടിക്കാണിക്കാനോ അത് ജനമധ്യത്തിൽ കൊണ്ടുവന്ന ഒരു ചർച്ചാ വിഷയമാക്കാനോ ഇതുവരെയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ ക്രിസ്ത്യൻ നാമധാരികളോ രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ നേതാക്കന്മാരോ ആരും പരിശ്രമിച്ചിട്ടില്ല. ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടിന് വേണ്ടി ഫിക്സഡ് വോട്ട് ബാങ്ക് എന്ന നിലയിലാണ് ക്രൈസ്തവരുടെ വോട്ടിനെ പല രാഷ്ട്രീയക്കാരും കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സമീപ ദിവസങ്ങളിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ലൊരു മറുപടി കൊടുക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളില് ക്രൈസ്തവരുടെ പ്രാധാന്യവും അവരുടെ വോട്ട് ബാങ്കിലുള്ള വ്യതിചലനവും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പുനർചിന്തനത്തിന് കാരണമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ മറ്റ് ആനുകൂല്യങ്ങള്, കോച്ചിങ് സെന്ററുകള്, അവർക്ക് കിട്ടുന്ന സാമ്പത്തിക പരിഗണനകള്, ഇതിൽ എല്ലാം ക്രൈസ്തവ സമൂഹത്തെ ഒരു മൂന്നാം കിട പൗരന്മാരാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികള്? ക്രൈസ്തവന് വേണ്ടി ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റിക്കിടന്നു. ആര്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയക്കാർ. ഇതുപോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ മൗനം ഭവിച്ചിരിക്കുന്നവര്, തമസ്കരിക്കുന്നവര്, ഞങ്ങളുടെ അവകാശങ്ങൾ തമസ്കരിക്കുന്നവര്, വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവര്, ഇതിന്റെ മൂല കാരണം ഇവരാണ്. ഇതിൽ നിന്ന് ഒരു ചേഞ്ച് വരാതെ ക്രൈസ്തവ സമൂഹത്തിന് മുന്നോട്ടുള്ള പുരോഗതി നടക്കുകയില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ചെറിയൊരു പണിഷ്മെന്റ് നമ്മുടെ സ്ഥിരം രാഷ്ട്രീയക്കാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. ആ ഒരു പണിഷ്മെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നാണോ താങ്കൾ പറയുന്നത്? ഇവരുടെ കാഴ്ചപ്പാടുകള് ക്രിസ്ത്യാനികളുടെ ന്യായമായ ആവശ്യങ്ങളും ആരുടെ ആനുകൂല്യങ്ങളും തട്ടിപ്പറിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചിട്ട് വേണ്ട ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഭരണഘടന അനുസൃതമായ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ
LDF ആണോ, UDF ആണോ, BJP ആണോ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ക്രൈസ്തവരുടെ കാര്യങ്ങൾ അംഗീകരിക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട സംവരണങ്ങളും നൽകാൻ തയ്യാറായാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ആയിരിക്കും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് നീങ്ങുന്നതെന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. വ്യക്തമാണ്. ശ്രീ ബെന്നി ആന്റണി, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒത്തിരി കാര്യങ്ങൾ കേരള രാഷ്ട്രീയ പാർട്ടികൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് പാറ്റേണിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വോട്ടുകളിലൊക്കെ വലിയ ഷിഫ്റ്റ് കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇത് രണ്ടും നോക്കിക്കാണുന്നത്? ശ്രീ ബെന്നി ആന്റണി. എനിക്ക് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഈ കഴിഞ്ഞ അതിന്റെ ഒരു റിസൾട്ടിന്റെ ഒരു വെളിച്ചത്തിൽ മാത്രം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവലോകനമാവാൻ സാധ്യതയില്ല. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന 102 വർഷം പഴക്കമുള്ള ഈ ഒരു സമുദായ സംഘടനയെ റെപ്രസെന്റ് ചെയ്ത് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഒറ്റ കാര്യമാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്ലോബൽ സമിതിയുടെ കീഴിലൊരു രാഷ്ട്രീയകാര്യ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയകാര്യ സമിതി വിവിധ രൂപതകളിലും അതിൻ്റെതായിട്ടുള്ള ഭാരവാഹികളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിലുണ്ടായ ചർച്ചയുടെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലായിട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഈ കാലങ്ങളോളമായിട്ട് ക്രൈസ്തവ സമൂഹം, ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒരു അല്ലെങ്കിൽ ഒരു നമ്മളെയൊക്കെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു എന്താ പറയുക അവർക്ക് വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കപ്പെട്ട രീതിയിലാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. നമ്മൾ പഴയ കാലത്തേക്ക് നോക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്രൈസ്തവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമുക്കെല്ലാം ഒരുപോലെയാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിക്കുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കരയുന്ന കൊച്ചിനെ നമ്മൾ പാലുള്ളൂ എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ എവിടെയൊക്കെയാണോ നമ്മള് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി നമ്മൾ നിലകൊള്ളാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി സ്ഥലങ്ങളില് ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ഒത്തിരി കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണാനിടയായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോ നിതിൻ പറഞ്ഞ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ തുടക്കത്തിൽ തന്നെ ശ്രീ നിതിൻ പറഞ്ഞ ആ 2 കാര്യങ്ങളാണ് എനിക്ക് എന്റെ മനസ്സിൽ 3 കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒന്ന് കടന്നു വരികയാണ്. ഒന്ന് പറഞ്ഞു ശ്രീ ജോസ് കെ മാണിയെ കൂട്ടിക്കൊണ്ട് LDF-ഉം ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കിക്കൊണ്ട് UDF-ഉം അഭിവന്ദ്യ സഭാപിതാക്കൻ കർദിനാളന്മാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് BJP പ്രധാനമന്ത്രിയും വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് ഈ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബോധം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. കാരണം അത് മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനമാണ്. അത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ മേഖലകളിലേക്കും ഈ വികസനം, എല്ലാ തലത്തിലുള്ള വികസനം കടന്നു ചെല്ലുന്ന ഒരു കാഴ്ചപ്പാടാണ് ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കാനും ആ പ്രതികരണ ശേഷി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അല്ലെ നമുക്കറിയാം നമുക്ക് ആ ഒരു ഇലക്ഷൻ റൈറ്റ് അതിലൂടെ കാണിക്കുവാനുമായിട്ടുള്ള ആർജവത്വം നമ്മുടെ ക്രൈസ്തവ സമൂഹം കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിലയിരുത്തലിലൂടെ മനസ്സിലാവും. ശ്രീ സണ്ണി തോമസ്, ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ തുടക്കം കുറിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്താണ് ഈ ഒരു പാർട്ടി ലക്ഷ്യം വെക്കുന്നത്? എന്തൊക്കെയാണ് ഈ പാർട്ടി ഈ നാട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? നമസ്കാരം. തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി കേരളത്തിൽ തുടക്കം കുറിക്കുക അല്ല. ഇത് 2002 ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം തന്ന് ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 2002 ഈ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കിട്ടിയ പാർട്ടിയാണ്. ഈ പാർട്ടി മത്സരിച്ചു പല സീറ്റുകളിലും, നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല പല സീറ്റുകളിലും. പക്ഷെ കേരളത്തിൽ തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം 7 മാസമായുള്ള ഈ പാർട്ടി കേരളത്തില് സ്റ്റേറ്റ് കമ്മിറ്റി രൂപം പ്രാപിച്ചിട്ട് ഇപ്പോൾ അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിലുള്ള ജനസമൂഹത്തിന് ഒരു ഐഡന്റിറ്റി, അതായത് ഈ രാജ്യത്ത് എല്ലാവിധമായിരിക്കുന്ന മേഖലകളിലും, അത് ഹെൽത്ത് മേഖല ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കൊള്ളട്ടെ,
സ്വച്ഛാലയ മേഖലകളിലായിക്കൊള്ളട്ടെ, അത് കർഷകരുടെ ഇതായിക്കോട്ടെ, എല്ലാ മേഖലകളിലും വലിയ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. നമുക്കെല്ലാം അറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമുക്കൊരു ഐഡന്റിറ്റി കിട്ടിയിട്ടില്ല ഈ രാജ്യത്ത്. അതിന്റെ വലിയ കുറവുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, സോഷ്യൽ സംഘടനകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തു, ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുത്തു. എന്നാൽ പല മേഖലകളിലും ഒരു ഇലക്ട്രോണിൽ റോള് വരുമ്പോൾ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എത്താതെ, ഒരു കാര്യങ്ങൾക്കും തീരുമാനം എത്താതെ ഈ ഇന്ന് വരെ നമ്മുടെ തലമുറ പോലും കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പിതാക്കന്മാര് മുതൽ ഇന്ന് തലമുറ പോലും ഈ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനൊരു വലിയ മാറ്റം വരണം. അതിന് നമ്മളൊരു പൊളിറ്റിക്കൽ സംഘടനയായിട്ട് നിന്നാൽ മാത്രമേ കഴിയുള്ളൂ എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം പറയാം, ഞാനൊരു സംഘടനയുടെയും പേരെടുത്ത് പറയുന്നില്ല, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏത് സംഘടന ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, അതിനൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി വരാതെ ആ ഗ്രൂപ്പിനൊരു നിലനിൽപ്പില്ല. ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ഒരു ഇതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഈ പേര് നമ്മൾ സ്വീകരിക്കാൻ ഇടയായത്. നമുക്കൊരു ഐഡന്റിറ്റി വേണം. ആ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, ഈ സമൂഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് 2002 മുതൽ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചതാണ്. വ്യക്തമാണ്. ശ്രീ സണ്ണി, അതായത് എല്ലാ മതങ്ങളും അവരുടെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിക്ക് വേണ്ടി ഇപ്രകാരം പാർട്ടികളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഈ മതേതര സ്വഭാവത്തിന് അതൊരു കോട്ടം തട്ടും എന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ പാർട്ടി തന്നെ പറയുന്നുണ്ട്, മതേതര ഒരു സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പാർട്ടി, ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി. നിങ്ങൾക്കറിയാം, ബൈബിളില് ഇതിനെ ഒരു സെക്യുലർ, നമ്മുടെ ബൈബിള് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സെക്യുലറിന്. അതായത് എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ക്ലിയർ ആണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എന്റെ അടുക്കൽ വരും. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മുടെ സുവിശേഷീകരണവും നമ്മുടെ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്ക് ഒരു സെക്യുലർ സ്വഭാവമുണ്ട്, ഒരു സ്വഭാവമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അങ്ങൂടെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സെക്യുലർ സിസ്റ്റത്തിലേക്ക് പോകില്ല, അതൊരു കാസ്റ്റത്തിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ ചരിത്രങ്ങൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഗവൺമെന്റുകളൊക്കെ, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മറ്റുള്ള പാർട്ടികളായിക്കൊള്ളട്ടെ, ഏത് പാർട്ടികളായിക്കൊള്ളട്ടെ, കാസ്റ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വ്യക്തികൾക്കും എല്ലാ സ്ഥലങ്ങൾക്കും ടിക്കറ്റ് കൊടുക്കുന്നത്. ഞാൻ തന്നെ വലിയ കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച്, രാഷ്ട്രീയമായിട്ട് ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചൊരു വ്യക്തിയെ ഞാൻ. അവിടെ ആർക്ക് ഏത് ഏരിയയിൽ ആർക്ക് വോട്ട് ഓഫ് പെർസെന്റേജ് ഉണ്ടോ അവർക്കാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. അതിന് പ്രത്യേകമായിട്ട് ഒരു കാര്യം വേർതിരിക്കുന്നത്, ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷം ആയിക്കോട്ടെ, വലതുപക്ഷം ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, മറ്റേത് പ്രസ്ഥാനമായി കഴിഞ്ഞാലും അവിടെ നിൽക്കുന്ന വ്യക്തി ഏത് പ്രസ്ഥാനത്തോട്, ഏത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാണ് അതാത് ഏരിയകളിൽ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സെക്യുലർ ആണോ അല്ലെങ്കിൽ ഇത് കാസ്റ്റിസമായിട്ട് മാറുമോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്, എന്ത് പ്രസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വേർതിരിച്ച് അറിയാനായിട്ട് നമുക്ക് കഴിയും, നമ്മുടെ തലമുറയ്ക്ക് കഴിയും, നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിപ്പോ നമ്മൾ മാത്രം മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട്, മൂടി വെച്ചുകൊണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരു ചെറിയ സമൂഹമെങ്കിലും നമുക്കൊരു ഐഡന്റിറ്റി വേണം. ആ ഐഡന്റിറ്റി നമ്മൾ വിളിച്ചു പറഞ്ഞേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നിങ്ങൾ കാസ്റ്റിസമായിട്ട് പറയുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വ്യക്തമാണ്. തിരിച്ചു വരാം. ശ്രീ ഷൈജു ജേക്കബ്, ആദ്യഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള നേതാക്കന്മാരൊന്നും ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി കാര്യമായ സംഭാവനകളൊന്നും ചെയ്തില്ല എന്നൊരു ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചത്. അത് കേവലം ആരോപണം മാത്രമാണോ? കാരണം ചരിത്രം പരിശോധിക്കുമ്പോൾ ഒത്തിരി നേതാക്കന്മാർ ധാരാളം കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സമൂഹം നൽകിയിട്ടില്ലേ? മാത്രമല്ല, എന്തായിരിക്കാം ഇവരുടെ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു സ്വജനപക്ഷപാതത്തിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക. ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് മറ്റു പലർക്കും വേണ്ടി നിശബ്ദരായിരിക്കുക.
നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ നമ്മുടെ സമുദായത്തിൽ വരുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകൾ ഇവര് നമ്മുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? ധാരാളം ഉദാഹരണങ്ങളുണ്ട്, നമുക്കറിയാലോ. പല കേസുകളും നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളെല്ലാം അങ്ങേക്ക് അറിയാലോ. അതുപോലെയുള്ള നമ്മുടെ വളരെ വളരെ പ്രശ്നങ്ങളായ ഓരോ കാര്യങ്ങളും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്, നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവര് ക്രൈസ്തവർ ഉൾക്കൊണ്ട ഒരു കേസിലും ഒരു സംഭവത്തിലും ഇവര് നീതിപൂർവമായ ഒരു സമീപനം എടുക്കുകയോ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. 2020 526 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ട് വിനിയോഗിച്ചു. 526 കോടി രൂപ. അതിൽ 80% ഒരു പ്രത്യേക മതവിഭാഗത്തിന്, ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. ബാക്കി 20% ബാലൻസ് ഉള്ള വെറും 5 ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി 20% മാത്രമാണ് ചെലവഴിച്ചുള്ളൂ. ഇത് ഒരു ശ്രദ്ധയിൽപ്പെടുത്താനോ ഈ നീതികേടിനെ, ഈ സാമൂഹ്യ നീതികേടിനെ, ഈ വഞ്ചനയ്ക്കെതിരെ ഒന്ന് തുറന്ന് സംസാരിക്കാനോ ഇവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കോച്ചിങ് സെന്ററുകളുടെ കാര്യം, എല്ലാ കാര്യങ്ങളിലായും ക്രൈസ്തവനെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയത്തില് നമ്മൾ സാധാരണ കേരള കോൺഗ്രസിൽ ക്രൈസ്തവര പാർട്ടിയാണെന്ന് പറയുന്നത്. കേരള കോൺഗ്രസിലെ ജനപ്രതിനിധികൾ കൂടുതലും ക്രൈസ്തവ നാമധാരികളാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇവർ എന്ത് നിലപാടാണ് എടുത്തത്? ക്രൈസ്തവർക്ക് അനുകൂലമായി എന്ത് നിലപാടെടുത്തു? ഇത് നമ്മുടെ ഈ വിഷയങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇവർ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ശ്രീ ഷൈജു, മറ്റൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? കാരണം ഈ പ്രശ്നങ്ങളൊന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളല്ലോ, എത്ര കാലമായിട്ട് ഈ നിലയ്ക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഈ പാർട്ടികളുടെയോ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ക്രൈസ്തവ സംവിധാനങ്ങൾക്കോ ക്രൈസ്തവ സംഘടനകൾക്കോ സാധിക്കാതെ പോയതും ഒരു വീഴ്ച തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരോ അവരൊന്നും ഈ പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ പ്രസന്റ് ചെയ്തിട്ടില്ല, അഭിമുഖീകരിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ കാരണം. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇറങ്ങിച്ചെന്നത്. അതിനു മുമ്പ് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. ഇവർ ഈ പല കേസുകളും ക്രൈസ്തവർക്ക് എതിരായിട്ട് വരുന്ന കേസുകൾ ഇവർ മനഃപൂർവ്വം ഇവർ മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഏറ്റവും വലിയ ഉദാഹരണം ഹാഗിയ സോഫിയ ഇഷ്യൂവില് ഈ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങള്, വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഇത് പൊതുസമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമാകാതിരിക്കാൻ വേണ്ടി എന്തുവരെ പരിശ്രമിച്ചെന്ന് മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് നല്ല വളരെ അറിയാം. ഇതുപോലെയുള്ള ഓരോ കേസുകളാണ് ചെയ്യുന്നത്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പ്രത്യേക ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ്. അതിൽ പല ഘടകങ്ങളുണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും, അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാവും. നിർഭാഗ്യവശാൽ ക്രൈസ്തവന് വേണ്ടി സംസാരിക്കാനോ അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനോ നമ്മുടെ നേതാക്കന്മാരിലോ അൽമായരിലോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ശ്രീ ബെന്നി ആന്റണി, കേരളത്തിലെ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ വളരെ സംഘടിതമായ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉണ്ടാകുന്നുണ്ട്. AKCC അതിനെക്കുറിച്ചൊക്കെ പലവട്ടം പ്രതികരിക്കുകയൊക്കെ ചെയ്ത് കാണുന്നുമുണ്ട്. ഇത്തരം നീക്കങ്ങളൊക്കെ സംഘടിതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിനെന്തായിരിക്കും ഇതിനൊക്കെ പിന്നിലുള്ള അജണ്ട, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിലേക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഒരൊറ്റ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ഷൈജു ജേക്കബിനോട് ചോദിച്ച ചോദ്യം എന്താണ് നമ്മൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളോട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങള് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച ചില പ്രധാനപ്പെട്ട ഇന്ന് ക്രൈസ്തവർ നേരിടുന്ന ചില പ്രധാനപ്പെട്ട അവഗണനകളെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, നമുക്കറിയാം കാർഷിക മേഖലയില് ഇന്ന് ഏറ്റവും വലിയ ഒരു തിരസ്കരണമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക അവഗണനയാണ് ക്രൈസ്തവ മേഖലയോട്, പ്രത്യേകിച്ച് നമ്മുടെ കുടിയേറ്റ മേഖലയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കാർഷിക നയത്തില് ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അനുകൂലമായ ഒരു കാർഷിക നയം രൂപപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സമീപനം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകണമെന്നാണ് ഒരു വ്യക്തമായിട്ടൊരു ആവശ്യമായിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ചില പോയിന്റുകൾ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ സംവരണ നയമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മതേതരത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. കാരണം ഇപ്പൊ ആ മതേതരത്വത്തിന്റെ
ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അതില്, കാരണം ഇന്ത്യൻ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന മതേതരത്വം എത്രമാത്രം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇന്നത്തെ ഈ കേരള സമൂഹത്തിൽ നമുക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ കേരള സമൂഹത്തിലെ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു എന്താ പറയാ വിഷലിപ്തമാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വർഗീയതയുടെ അതിപ്രസരം കൂടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനോട് കൂട്ടിച്ചേർത്തിട്ടാണ് എനിക്ക് തോന്നുന്നു, എനിക്ക് നേരത്തെ നിതിൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം അഭിവന്ദ്യ പിതാക്കന്മാർക്കെതിരെ ചില കോണുകളിൽ നിന്ന് വ്യക്തമായിട്ട് ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു അതിപ്രസരമായിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഒരു പ്രതിഫലനമാണോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ പറയുന്നു, ഈ പറയുന്ന സാമ്പത്തിക നയമായിക്കൊള്ളട്ടെ, ആരോഗ്യ പരിപാലന നയമായിക്കൊള്ളട്ടെ, തൊഴിൽ രംഗമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 80-20 മാത്രമല്ല, 80-20 എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. കാരണം അടുത്ത ദിവസം നമ്മൾ കേട്ടായിരുന്നു ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം, ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമായിട്ടൊരു പ്രസ്താവന ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രസ്താവന വഴി ബഹുമാനപ്പെട്ട മന്ത്രി KT ജലീൽ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധാരണ പരത്തുകയാണ്, സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, കാരണം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന സച്ചാർ കമ്മീഷനോ അല്ലെങ്കിൽ കമ്മിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. കാരണം അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാമ്പത്തിക സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് EWSുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അതിനെല്ലാം കാരണം ചില മേഖലകളിൽ നിന്നുള്ള ഒരു തിരസ്കരണം അല്ലെങ്കിൽ ഒരു തമസ്കരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ ശക്തമായ ശബ്ദം ഉയർത്തുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് EWS വരെയെങ്കിലും നമുക്ക് സർക്കാരിനെ നടപ്പിലാക്കാൻ സർക്കാർ നിർബന്ധിതമായത്. അപ്പൊ അതായിരുന്നു ഞാൻ ഈ പറയുന്ന അഭിവന്ദ്യ പിതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സമൂഹം എല്ലാ കാലത്തും സമൂഹത്തില് അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയുടെ ഒരു മാതൃകയായിരുന്നു. നമ്മുടെ ബിംബങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സമൂഹത്തിലെ ഓരോരുത്തരും എന്താണ് ഈ അഭിവന്ദ്യ പിതാക്കന്മാർ ഈ സമൂഹത്തിന്റെ ധാർമ്മികതയിലൂന്നിയ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് എല്ലായിടത്തും ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മുൻതൂക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടേതായിട്ടുള്ള ആഢ്യത്വത്തിൽ നമ്മുടെ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയൊക്കെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടായിരിക്കണം. തീർച്ചയായും. ശ്രീ ഷൈജു ജേക്കബ്, അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തേക്ക് വീണ്ടും ചോദിക്കുകയാണ്, അതിനെ ബന്ധിപ്പിച്ച് തന്നെ ഒരു ചോദ്യമാണ്. അതായത് കേരളത്തിലെ ക്രൈസ്തവരുടെയൊക്കെ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി. ആ പാർട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്നും ആ പാർട്ടി എത്രത്തോളം വിഭജിക്കപ്പെട്ടുവെന്നും ഒക്കെയുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും എന്തുകൊണ്ടായിരിക്കാം ഇത്തരം പാർട്ടികൾ നമ്മുടെ കൺമുമ്പിൽ വെച്ചു തന്നെ ഭിന്നിക്കപ്പെടുകയും ഒരു ഏകീകരിക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇന്ന് ഈ ക്രൈസ്തവ സമൂഹങ്ങൾ ഇത്രയധികം അവകാശ ലംഘനങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പാർട്ടികൾ ഒന്നിച്ചു നിൽക്കാത്തതിന്റെ ഒരു കാരണം കൂടിയുണ്ടോ? യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം നമ്മുടെ ഒരു രക്ഷകരായിട്ട് കേരള കോൺഗ്രസിനെ സമീപകാലം കൊണ്ട് കാണുന്നില്ല. അതിന്റെ പ്രധാന കാരണം ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു പ്രശ്ന മേഖലകളിൽ ഇവർ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് റബ്ബറിന്റെ വിലയിടിവ്, അവർ യാതൊരു പ്രക്ഷോഭങ്ങളോ കാര്യങ്ങളോ സമരങ്ങളോ ഒന്നും നടത്തുന്നില്ല. അതുപോലെ ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന ഈ 80-20 ഇഷ്യൂ, ഈ ഇഷ്യൂവിൽ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് നേതാവോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ ഏതെങ്കിലും ക്രൈസ്തവ നാമധാരിയായ ഏതെങ്കിലും ലീഡറോ ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുന്നത് ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരും സംസാരിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെ കേരള കോൺഗ്രസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അവർ എല്ലാ കാര്യത്തിലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ അധികാര മോഹങ്ങളും എങ്ങനെ നിലനിർത്താൻ പറ്റും, അടുത്ത പ്രാവശ്യം എങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റും, അത് മാത്രമാണ് അവരുടെ ചിന്ത. ക്രൈസ്തവനെ സംബന്ധിക്കുന്ന അവന്റെ വിഷയങ്ങൾ അവർ ഒരു കാരണവശാലും ഇടപെടുന്നില്ല. അതുകൊണ്ട് ക്രൈസ്തവർക്ക് പൊതുവെ കേരള കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ക്രൈസ്തവരെ പ്രതീക്ഷിച്ചിരുന്ന കേരള കോൺഗ്രസിനും UDFനും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് സംഭവിച്ച പോലെ വീണ്ടും ഒരു പരാജയം അവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ
പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ, മധ്യ തിരുവിതാംകൂറിലൊക്കെ LDF വലിയ മുൻതൂക്കം വരുന്നു. അത് ജോസ് കെ മാണിയുടെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് അവർ നേടി. ഒരിക്കലും കിട്ടിട്ടില്ല നമ്മൾ കരുതിയിരുന്ന വോട്ടുകളൊക്കെ അവർ നേടിയില്ലേ? അതിന്റെ സൂചന എന്താണ്? അത് നൽകുന്ന സൂചന എന്താണ്? അതൊരു കാരണം എന്ന് പറഞ്ഞാല് ജോസ് കെ മാണി LDF കൂടെ പോയതോടുകൂടി അദ്ദേഹത്തിന്റെ കുറച്ച് അണികളും നേതാക്കന്മാരും LDF ചേർന്നു. അവരുടെ മധ്യ തിരുവിതാംകൂറിൽ അവരുടെ നല്ലൊരു പെർസെന്റ് വോട്ട് LDF നേടാനായി. അതാണ് അതിന്റെ യഥാർത്ഥ കാരണം. അതുപോലെ തന്നെ UDF ഓരോ ദിവസവും ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഒരു പരിധി വരെ ഈ പ്രാവശ്യത്തെ ലോക്കൽ ബോഡിയിൽ ക്രൈസ്തവ സമൂഹം അവരുടെ വിദ്വേഷം ഇവരിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ പ്രവർത്തന രീതി മാറ്റി ക്രൈസ്തവ സമൂഹത്തിന് അർഹതപ്പെട്ടത്, അനർഹമായ ഒന്നും ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെടുന്നില്ല. അർഹതപ്പെട്ട ന്യായമായ അവകാശങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ഇവർ നേടിക്കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം കേരള കോൺഗ്രസിനെ കുറിച്ചും UDF കുറിച്ചും ഒരു പുനർചിന്തനം വീണ്ടും നടത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രീ ഷൈജു ജേക്കബ്, കേരളത്തില് ക്രൈസ്തവരുടെ ശബ്ദമായിട്ട് ഒരു പാർട്ടി ഇല്ലാത്തതിന്റെ കാരണങ്ങൾ അങ്ങ് പറഞ്ഞു. കേരള കോൺഗ്രസിന് പറ്റിയ പരാജയം എന്താണെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ അതിനൊരു ഉത്തരമായിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നാൽ അത് ഈ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ഈ പറയാൻ കാര്യം, സണ്ണി തോമസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ICSP എന്ന് പറഞ്ഞൊരു പാർട്ടി മുന്നോട്ട് വരുന്നു. അങ്ങനത്തെയുള്ള മൂവ്മെന്റുകൾ ധാരാളം വരുന്നുമുണ്ട്. അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ക്രൈസ്തവരെ സംബന്ധിച്ചോളം അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനോ അവരുടെ വിഷയങ്ങൾ ഇടപെടാനോ അവർക്ക് ലഭിക്കുന്ന നീതി നിഷേധത്തിനെതിരെ സംസാരിക്കാനോ അതിനെതിരെ പ്രതിഷേധം നടത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടികളും നിലവിലെ നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിലില്ല. അതിന് ബദലായിട്ട് ക്രൈസ്തവർക്ക് മേധാവിത്വമുള്ള, ക്രൈസ്തവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള, ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള, അതിന് പരിഹാരം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉദയം ചെയ്യുകയാണെങ്കിൽ അതിന് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും സഭയോടും അൽമായരോടും നമ്മുടെ സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള നല്ലൊരു ശതമാനം ക്രൈസ്തവര് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ അണിനിരക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കരുത്. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടി ആയിരിക്കണം. അങ്ങനെ ഒരു പാർട്ടി വന്നാൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും വടക്കൻ മലബാറിലും ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ആ പാർട്ടിക്ക് നല്ലൊരു സ്വാധീനം ചെലുത്താനും പറ്റും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടിയെ DCF പിന്തുണയ്ക്കുമോ? ആ പാർട്ടിയുടെ നിലപാടുകൾ അവരേത് തരത്തിൽ പ്രവർത്തിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ട് മാത്രമാണ് അതിന്റെ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമാണ്. ശ്രീ സണ്ണി തോമസ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ICSP എത്രത്തോളം സജ്ജമാണ്? അതായത് കൃത്യമായ ഒരു മാനിഫെസ്റ്റോ ഒക്കെ തയ്യാറാക്കി, ഒരു പ്രകടന പത്രിക തയ്യാറാക്കി, ജനങ്ങളുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിക്കൊണ്ട് സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ നിങ്ങളുടെ പാർട്ടി സജ്ജമാണോ? തീർച്ചയായിട്ടും അതിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടനയുടെ ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി, അങ്ങനെ ഒരു പാർട്ടി വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് നിലവിൽ വരാൻ പോകുന്നുമില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും പാർലമെന്റും ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞു ഇങ്ങനെ ഒരു പേരിൽ ഒരു പാർട്ടിയും ക്രിസ്ത്യനോ ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റുള്ള ഏതിന്റെ പേരിൽ ഒരു പാർട്ടിക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വന്ന സ്ഥിതിക്ക് ഇത് ആദ്യവും അവസാനവുമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഐഡിയോളജിയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ബൈബിളിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി. രണ്ടാമതായിട്ട് ചോദ്യം ഇവിടെ വന്നു, നിങ്ങൾ കാൻഡിഡേറ്റിനെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ നിർത്തുമോ എന്നുള്ള ചോദ്യം. ഞാൻ പറഞ്ഞു തുടക്കത്തിലെ തന്നെ 7 മാസമേ നമ്മുടെ പാർട്ടി കേരളത്തിൽ വന്നിട്ടായുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് 14 ജില്ലകളിലും അതിശക്തമായ കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ കോവിഡിന്റെ സമയത്തും പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് നമ്മൾ കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം ഇത് ഒരു ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിന് അങ്ങനെയുള്ളതല്ലാതെ ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി ഒരു മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ശബ്ദമായി മാറുവാൻ, ആ ശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
ബൈബിളിന്റെ അടിസ്ഥാന തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിനും ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും ഈ രാജ്യത്തിന്റെ കഴിഞ്ഞ നാളുകളിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായി കൊടിപിടിച്ചു നിന്ന പ്രസ്ഥാനം, ഒരു സമൂഹം, ആ സമൂഹത്തിന് ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തീർച്ചയായും നമുക്കൊക്കെ ഫീൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ആ സന്ദർഭത്തെ നമ്മൾ മറികടക്കാനും വരുന്ന നാളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ ശബ്ദമായി മാറുവാൻ തക്കവണ്ണം. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ജയിക്കാനില്ലെങ്കിലും പല സ്ഥലത്തും ഇപ്പൊ ബഹുമാനപ്പെട്ട വ്യക്തി പറയുണ്ടായി, നമ്മൾ ജയിപ്പറ്റിയില്ല പല സ്ഥലങ്ങളും നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിവാനുള്ള ശക്തി നമുക്കുണ്ടിരുന്നു. എന്നാലും നമ്മുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. ആ ശക്തിയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ പ്രസ്ഥാനം മുന്നിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ 7 മാസമായുള്ള കേരളത്തിൽ വന്നിട്ട് ഇനി 2 മാസം കഴിഞ്ഞ് ഏപ്രിലിലൂടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനം, ഞങ്ങളുടെ പ്രവർത്തകരും ഈ പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരും 24 മണിക്കൂറും ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാത് സ്ഥലങ്ങളിൽ ഞങ്ങൾ കാൻഡിഡേറ്റിനെ നിർത്തുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയുമായിട്ട് സഹകരിച്ചില്ല, നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട് വിശ്വസിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ശബ്ദം ഇന്ത്യയുടെ ശബ്ദമായി മാറ്റുവാൻ, ഇന്ത്യയിലുള്ള ഒരു സർവൈവൽ, നമുക്കൊരു അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയൊന്നുമല്ല, ഒരു സർവൈവലിന്റെ രാഷ്ട്രീയം, ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം, ഇന്ത്യൻ ക്രിസ്ത്യൻ എന്നൊരു ഐഡന്റിറ്റിയുടെ രാഷ്ട്രീയം, ഇത് ലോകരാഷ്ട്രത്തെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു സമൂഹം അടിച്ചമർത്തപ്പെടുന്നുണ്ട്, ഇവിടെ ഒരു സമൂഹത്തിന്റെ പേര് മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള നമ്മുടെ മതമേലധ്യക്ഷന്മാര്, നമ്മുടെ പിതാക്കന്മാര് റോഡിൽ ഇറങ്ങുമ്പോൾ അവരെ അവഹേളിക്കാൻ വേണ്ടി ഒരു സമൂഹം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ ചെയ്ത നന്മകളെ മനസ്സിലാക്കാതെ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാതെ, ഈ രാജ്യത്തിന്റെ സാമ്പത്തികവും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു സമൂഹം. കേരളത്തില് അങ്ങ് പറഞ്ഞു, ഈ നമുക്ക് അധികാരമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയോട് കൂട്ടുചേരാതെ എങ്ങനെയാണ് ഈ നാട്ടിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ശ്രീ സണ്ണി തോമസ്. യെസ്, അധികാരം ഇല്ലെങ്കിൽ എന്ന് പറയുന്ന അധികാരം എങ്ങനെയാണ് നമുക്ക് വരുന്നത്? നമുക്ക് പറയാം, ഇപ്പം ബഹുമാനപ്പെട്ട ഓരോരുത്തരും പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ നമ്മൾ അങ്ങനെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ അധികാര ശക്തിയാണ്. നമുക്കൊരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ അധികാരം നമുക്ക് സ്വഭാവം വരുന്നത്. ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയുടെയും പടിവാതിക്കൽ നിന്നുകൊണ്ട് യാചിക്കുന്ന അനുഭവം നമുക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ, പലരുടെ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ, അൽമായരായിട്ടുള്ള ആൾക്കാരും പല മേധാവിമാരും പല പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ലീഡേഴ്സിന്റെയും വാതിക്കൽ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടേണ്ട സാഹചര്യം ഇപ്പൊ വന്നിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സിമ്പൽ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പാർട്ടി ഉണ്ടെന്ന് പറയുവാനും അവരുടെ വോട്ട് കൊണ്ട് നമുക്ക് അധികാരത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആ ഐഡന്റിറ്റി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വോട്ടാണ് നമ്മുടെ അധികാരം എന്ന് പറയുന്നത്. ആ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വലിയ ശക്തിയായി മാറാൻ കഴിയും. ആ ശക്തി രൂപം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. ഇനി അധികാരത്തിലേക്ക് നമ്മൾ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദർശവുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരുന്ന, നിങ്ങൾക്കറിയാം, ഓരോ മത സംഘടനകളും ഓരോ രാഷ്ട്രീയ സംഘടനകളും അവരുടെ കാര്യം സാധിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് വോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വോട്ട് കൊടുക്കുകയും നമ്മൾ അവരുടെ പടിവാതിക്കൽ നിൽക്കുകയും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവരുടെ സമയം കാത്തിരിക്കുക അല്ല, നമ്മുടെ സമയം നോക്കി നമ്മുടെ അടുത്ത് വരുന്ന ഒരു വോട്ട് ബാങ്ക് രൂപീകരിക്കുക എന്നതാണ് മെയിൻ ആയിട്ട് ഈ പാർട്ടിയുടെ ലക്ഷ്യം ഇപ്പോൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഘടിത സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ സംഘടിത സിസ്റ്റം നമ്മൾ ആയി കഴിയുമ്പോൾ നമുക്ക് വലിയ മാറ്റത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ അധികാര മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരും. അത് നമ്മൾ ബേസിക് ആയിട്ട് കൊണ്ടുവരണം. ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മളിവിടെ രൂപം പ്രാപിച്ചിട്ടില്ല. ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. നമ്മൾ ആതുര സേവനങ്ങൾ നമ്മൾ വലിയ മുൻപന്തിയിലാണ്. നമ്മൾ വിദ്യാഭ്യാസം, ആതുര സേവനം, അതുപോലെ തന്നെ ഹെൽത്ത്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മുൻപന്തിയിലാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി നമ്മൾ എവിടെയും ഇല്ല. നമ്മൾ മാറ്റി നിർത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. മാറ്റി നിർത്തുവാണ്. നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് അടിമകളെ പോലെ നിങ്ങൾ ഇവിടെ ജീവിച്ചു. വേണമെങ്കിൽ അടിമകളെ പോലെ നിങ്ങൾ ഇവിടെ ജീവിച്ചു. നിങ്ങൾക്കറിയാം, പല രാജ്യങ്ങളിലും ഇന്ന് വലിയ വലിയ അതിഭീകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട്. അതിനെതിരായി കേരളത്തിലും പ്രത്യേകിച്ച് അത് വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പല സംഭവങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലും പേപ്പറുകളിലും വായിക്കാം. നമുക്കൊരു വോട്ട് ബാങ്ക് ആയിട്ട് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ, നമുക്ക് ഇലക്ഷന് പോയി മത്സരിക്കാൻ നമ്മുടെ സിമ്പിൾ ഉപയോഗിച്ച്, നമ്മുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് മത്സരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ മാറ്റി നിർത്തപ്പെടും, നമ്മെ ഉപയോഗിക്കപ്പെടും.
ഇവിടെ എനിക്ക് അതിശക്തമായിട്ട് പറയാനായിട്ട് കഴിയും. ആ ഒരു സിസ്റ്റം നമുക്ക് മാറണം. മാറ്റത്തിന്റെ ശബ്ദം നമുക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ തലമുറയോട് നമുക്ക് പറയേണ്ട സമയമായി. നമ്മൾ ഇന്ത്യൻ ക്രിസ്ത്യൻ ആണ്. ആരെയും നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയ ആൾക്കാരല്ല. ഈ രാജ്യത്തിന്റെ മണ്ണിൽ ചെരുപ്പിടാതെ നടന്നു വളർന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. വികസനത്തിന്റെ മുൻപിൽ മുന്നിട്ട് നിന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ആ സമൂഹത്തെ തുറന്നു കാണിക്കുക, അവരുടെ ഐഡന്റിറ്റി എടുത്ത് കാണിക്കുക, ഐഡന്റിറ്റി ഇവിടെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടിയുടെ ആദ്യത്തെ പ്രവർത്തനം. അതോടുകൂടി നമുക്ക് എല്ലാം നേടാൻ കഴിയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞു. വ്യക്തമാണ്. ശ്രീ ബെന്നി ആന്റണി, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ അടുത്തു വരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് ഇത്തരത്തിലുള്ള വളരെ സജീവമായ ചർച്ച നടക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോട് AKCCക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നൽകാനുള്ളത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. 6 പതിറ്റാണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും 102 വർഷം ഒരു പ്രവർത്തന പാരമ്പര്യം പഴക്കമുള്ള കത്തോലിക്ക കോൺഗ്രസ് AKCC ഇന്ന് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. കാരണം നമ്മളെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുവാനായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ചില പ്രതിഫലനങ്ങളൊക്കെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. അപ്പോ AKCC എന്ന് പറയുന്ന സമുദായ അൽമായ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട്, അല്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പില് വിജയിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടികളോട് പറയുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത്, നമ്മുടെ ആവശ്യങ്ങളെ നിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിൽ, അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ സമുദായത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി പലതും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. ഇവിടെ ക്രൈസ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ കത്തോലിക്കർക്ക് വേണ്ടി, കത്തോലിക്ക സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കള് തീർച്ചയായിട്ടും അവര് കണ്ണും തുറക്കേണ്ട അവസരമാണ്. അവര് നിശബ്ദരായിട്ട് ഇരുന്നുകൂടാ എന്നുള്ള ഒരു വാണിംഗ് കൂടി കൃത്യമായിട്ട് അടിവരയിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ അവകാശങ്ങള്, നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതിനെ പോലും എന്താ പറയാ നിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അത് പേരെടുത്ത് പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ. നമുക്കറിയാം നിരവധി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി. പക്ഷെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ AKCC ഒരേപോലെയാണ്. അവിടെ വ്യത്യാസങ്ങളില്ല. നമ്മളെ സഹായിക്കുന്നത് ആരാണോ അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാട്. ആരാണോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അവരുടെ കൂടെ നമ്മളുണ്ടാകും എന്ന് മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമാണ്. ശ്രീ ഷൈജു ജേക്കബ്, രാഷ്ട്രീയ പാർട്ടികളോട് DCFന് എന്താണ് പറയാനുള്ളത്? DCFന് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോട് ഒരാവശ്യമാണ് ഉന്നയിക്കാനുള്ളത്. ക്രൈസ്തവരുടെ വിഷയങ്ങൾ, അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിനെ സംബോധന ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അടുത്ത അസംബ്ലി ഇലക്ഷന് DCFന്റെയോ ക്രൈസ്തവ സമൂഹത്തിന്റെയോ യാതൊരു സപ്പോർട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ക്രിസ്ത്യൻ നാമധാരികളായ ധാരാളം ജനപ്രതിനിധികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർ പലരും ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ്. എന്നാൽ ജയിച്ചതിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരാരും ക്രൈസ്തവരുടെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഇടപെട്ടിട്ടില്ല. എല്ലാം അവർ പ്രത്യേക ഒരു താല്പര്യത്തിന്റെ പേരില് സമൂഹത്തോട് മറച്ചു വെക്കുകയാണ്. ക്രൈസ്തവരുടെ പുരോഗതിക്ക് വേണ്ടിയോ അവർ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ ഒന്ന് ശബ്ദമുയർത്താനോ അതിനെയൊന്ന് സമൂഹത്തിൽ ചർച്ച വിഷയമാക്കാനോ നാളിതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഈ ക്രൈസ്തവ നാമധാരികൾക്ക് നമ്മൾ വോട്ടുകുത്തണം? അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ, ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാത്ത ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, UDF ആയിട്ട് LDF ആയിക്കോട്ടെ, ഇവർക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ യാതൊരു സപ്പോർട്ടും കിട്ടില്ല എന്ന് ഞാൻ അസംയുക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രതിസന്ധിയിലാകില്ലേ? കാരണം അങ്ങ് പറഞ്ഞതുപോലെ ഒരു പാർട്ടിയും അത്തരത്തിലുള്ള നിലപാടെടുക്കാത്ത ഒരു കാലത്ത് ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യവും ഒരു പ്രതിസന്ധിയിലായി മാറുമോ? അങ്ങനെ വരുമ്പോഴാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നത്.
ഈ രണ്ട് പാർട്ടി അല്ലാത്ത, ഈ രണ്ട് മുന്നണി അല്ലാത്ത വേറെ മുന്നണികളും, അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ പുതിയ പാർട്ടികളും ക്രൈസ്തവ പാർട്ടികളും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ സംബോധന ചെയ്യുന്ന പാർട്ടികൾക്ക് മറിച്ച് കൊടുക്കാനും ക്രൈസ്തവ സമൂഹത്തിന് അതിനുള്ള വിവരവും വിവേകവും ഉണ്ട്. തീർച്ചയായും. ശ്രീ സണ്ണി തോമസ്, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അങ്ങയുടെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഏതൊക്കെ കാര്യങ്ങളിൽ ആയിരിക്കാം ഈ ഇലക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക? തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻപിൽ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കർഷകരുടെ വലിയ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർഷകരുടെ ഇഷ്യൂവിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു പ്രധാന കാര്യം നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. നമ്മൾ ഈ കേന്ദ്രത്തിലുള്ള കർഷക സമരത്തോട് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണയോടൊപ്പം തന്നെ കേരളത്തിൽ അതിദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കർഷകരുടെ. അതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, മലബാറിന്റെ മേഖലയിൽ, ഞാനും മലബാറിൽ നിന്നൊരാളാണ്, നിങ്ങൾക്കറിയാം വലിയ വന്യജീവി ശല്യം അതിക്രൂരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. വരുന്ന നാളുകളിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥ കേരളത്തില് വലിയൊരു രീതിയിൽ നമുക്ക് വരാൻ പോവുകയാണ്. കാരണം ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതിനേക്കാട്ടിലും വലിയ ഒരു രോഗവും വരാതെ അതിനേക്കാട്ടിലും വലിയ ഭീകരാവസ്ഥയിലേക്ക് കേരളം പോകാൻ പോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പ്രകൃതിയെ നമ്മൾ ഇവിടെ യുനെസ്കോ ഒരു കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പറഞ്ഞിരുന്നു, നിങ്ങള് ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടല്ല പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട്, ആ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രകൃതി സംരക്ഷണമാണ് ഇവിടെ നമുക്ക് ആവശ്യം. അല്ലാതെ മൃഗങ്ങളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് കർഷകനെ ഇല്ലാതാക്കുന്ന ഒരു മാറി വരുന്ന ഗവൺമെന്റുകളുടെ തെറ്റായ രാഷ്ട്രീയ നയം, ആ നയത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം വരണം. ആ സമൂഹത്തെ നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമില്ലാതെ മരിക്കേണ്ട ഒരു ഗതികേട് വരും നമുക്ക്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺക്രീറ്റ്, നമ്മുടെയുള്ള ടാറിട്ട റോഡുകൾ മണ്ണിട്ട് കെട്ടിയടച്ചു. ഈ JCB കൊണ്ടുവന്ന് കെട്ടിയടച്ച് നമ്മൾ ഇങ്ങോട്ട് ഒരു വാഹനം പോലും കടത്തി വിടാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള ഭീകര സാഹചര്യങ്ങൾ വരുന്ന നാടുകളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ നമുക്ക് സ്വയമായിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഭീകരമായ അവസ്ഥയാണ് വരുന്നത്. അതിന് കർഷകരെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ മൃഗങ്ങളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട്, മക്കളെ പോലെ മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് നയത്തിനെതിരായിട്ട് വലിയ ശബ്ദം ഞങ്ങൾ ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇന്നേ വരെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് പലപ്പോഴും ഓരോരോ ഗവൺമെന്റ് വരുമ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഗവൺമെന്റ് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ സന്മാർഗ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം, ഇവിടെ അധ്യാപകർക്ക് പല സംരക്ഷണങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ട് വലിയൊരു ശബ്ദം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഉയർത്തിക്കാട്ടുകയുണ്ടായി. ഗവൺമെന്റ് ഞങ്ങൾ അതിനുള്ള നിവേദനം കൊടുത്തു. ഇങ്ങനെയുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് എല്ലാ സമൂഹത്തിനും കൊടുക്കണം. ഒരു സമൂഹം മാത്രമല്ല ഇവിടെ സന്മാർഗീയ പാഠം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മത അധ്യാപകർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാ മതസ്ഥർക്കും, എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും കൊടുക്കണം. അതിന് ഇല്ലെങ്കിൽ അത് നിർത്തലാക്കണം. കാരണം നമ്മുടെ ടാക്സ് ഉപയോഗിച്ചാണ്, നമ്മുടെ നികുതി ഉപയോഗിച്ചാണ് ഗവൺമെന്റ് അത് കൊടുക്കുന്നത്. അത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് എല്ലാ സമൂഹത്തിനും കൊടുക്കുവാൻ. അതുപോലെ തന്നെ ഇവിടെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതൊരു വിഭാഗത്തിന് മാത്രം കൊടുത്തുകൊണ്ട്, നിങ്ങൾക്കറിയാം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആ സ്റ്റേറ്റുകളൊക്കെ ഇപ്പൊ അത് എല്ലാ മറ്റുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനും വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുവാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ട് കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഇവിടെ കേരളത്തിന്റെ വികസനത്തിന്റെ 99% ഇവിടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവൺമെന്റിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? അതിനെതിരായിട്ട് ഞങ്ങൾ സമര പരിപാടികളുമായിട്ട് വരുന്ന ഗവൺമെന്റ് മുമ്പിൽ വെക്കും. ഏതൊരാൾ ഇവിടെ നിൽക്കുന്നോ, നമ്മുടെ പ്രിയ ബ്രദർ പറഞ്ഞതുപോലെ ഏതൊരാൾ ഇവിടെ നിൽക്കുന്നുവോ അവര് ഈ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ ഇനി ഇലക്ഷന് പോവുകയാണെങ്കിൽ അവനെ ഏത് വിധത്തിൽ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. അതിനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കും. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഇഷ്യൂകൾ നമ്മൾ തുറന്നു വെച്ചുകൊണ്ട് വരുന്ന ഇലക്ഷൻ ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ ഒരു ജയത്തിന്റെ കൊടിയുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും, ഒരു ഐഡന്റിറ്റി ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം വളരെ ശ്രദ്ധയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നതാണ് ഈ സംഘടനാ നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
ക്രൈസ്തവ സമൂഹത്തിന്റെ നന്മയ്ക്ക്, അവരുടെ ഉന്നമനത്തിന്, അവർ നേരിടുന്ന അനീതികൾക്ക് ഉത്തരം നൽകുന്നവർക്കായിരിക്കാം ക്രൈസ്തവ സമൂഹം വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന സൂചനയാണ് ഈ നേതാക്കൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വരുന്നത്. ഏതായാലും വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ നമുക്ക് നേരിട്ട് കാണാം. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ശ്രീ സണ്ണി തോമസ്, ശ്രീ ഷൈജു ജേക്കബ്, ശ്രീ ബെന്നി ആന്റണി, 3 പേർക്കും നന്ദി.